ഹായ് ഗൈസ്, യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സീനിസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. മച്ചാമാരെ, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ കൊല്ലം ജില്ലയിലെ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ദിവസം മൺട്രോതുരുത്തിൽ സ്റ്റേ ചെയ്യേണ്ടായി. അപ്പോൾ മൺട്രോതുരുത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഏറ്റവും ചിലവ് ചുരുങ്ങിയ രൂപത്തിൽ ഒരു ഹോം സ്റ്റേ എടുക്കാം എന്നുള്ളതാണ്. നമ്മളിവിടെ ഒരു ഹോം സ്റ്റേ എടുത്തിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും അവിടെ നമുക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഏകദേശം വൈകുന്നേരമാണ് ഇവിടേക്ക് എത്തിയത്. അപ്പോൾ രാത്രിയാണ്, ഏകദേശം ഇരുട്ടതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹോം സ്റ്റേയുടെ പേര് വരുന്നത് മൺട്രോ ഗാർഡൻ ഹോം സ്റ്റേ എന്നാണ്. നമ്മളിങ്ങനെ നമ്മളെ റൂമിൻ്റെ വാതിലൊക്കെ തുറന്ന് ഉള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ നല്ല അടിപൊളി വൃത്തിയായിട്ട് തന്നെ ഇവരിവിടെ എല്ലാം സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ എല്ലാം നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഫാനൊക്കെ ഓൺ ചെയ്ത് AC ഒക്കെ ഇട്ട് നല്ല അത്യാവശ്യം നല്ല തണവാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം നല്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 2 കട്ടിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ AC, ഡ്രസ്സ് ഹാങ് ചെയ്തിടാനുള്ള ഹാങ്ങർ, പിന്നെ ഈ ഒരു ഭാഗത്ത് തന്നെ ടോയ്ലറ്റ് വരുന്നുണ്ട്. എല്ലാം നല്ല വൃത്തിയുള്ള ഏരിയാസാണ്. അങ്ങനെ നമുക്കൊരു വൃത്തികേടായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. ടോയ്ലറ്റൊക്കെ അത്യാവശ്യം നല്ല എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ടോയ്ലറ്റ് തന്നെയാണ്. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് തന്നെയാണ്. വീഡിയോ ഒക്കെ പിടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് നല്ല വിശപ്പ് വന്നു തുടങ്ങി. കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നുള്ളൊരു രീതിയിൽ അവരുടെ അടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഹോം സ്റ്റേയുടെ ആളുകളായിട്ട്. അപ്പോൾ അവർ തന്നെ നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളതിന് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു മുൻവശത്തു നിന്നുള്ള രാത്രിക്കലത്തെ കാഴ്ച. അടിപൊളിയാണ്, നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് ഏകദേശം എത്താറായിട്ടുണ്ട്. നമ്മൾ രാത്രിക്കലത്തെ ഫുഡ് കഴിക്കുകയാണ്. രാത്രി കുറച്ച് ലേറ്റായി നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ. അപ്പോൾ നല്ല വിശപ്പാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ കഴിക്കാനുള്ളതെന്ന് വെച്ചപ്പോൾ ഇവരെന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് തന്നാണ് കേട്ടോ. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ളത് കപ്പയാണ്. അതുപോലെ തന്നെ എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്ത് മറ്റേ മസാല ഒക്കെ കൂട്ടിയിട്ടൊന്ന് ഫ്രൈ ചെയ്താണ്. ഇവർ ശരിക്കും കപ്പയും മീൻകറിയാണ് കേട്ടോ കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് മീൻകറി അധികം കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതേപോലെ തരാൻ പറഞ്ഞപ്പോൾ അതേപോലെ തന്നെ തന്നിട്ടുണ്ട്. പിന്നെ രാത്രി കഴിക്കാൻ ശരിക്കും ചപ്പാത്തിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചപ്പാത്തി ഇടിയപ്പമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ചപ്പാത്തി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചപ്പാത്തി ഉണ്ട്, അടിപൊളി ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ രാത്രിക്കലത്തെ ഫുഡ് കേട്ടോ. ഈ രാവിലത്തെ നമ്മൾ കാണിച്ചു തരാം. ഇത് കഴിക്കട്ടെ. സൂപ്പർ ഫുഡാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. കപ്പയും കൂട്ടി കഴിക്കാം, അതുപോലെ ചപ്പാത്തി എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കണം. കഴിക്കട്ടെ. ഫുഡൊക്കെ നമ്മൾ നേരത്തെ കഴിച്ച് രാത്രി നേരത്തെ തന്നെ ഉറങ്ങി. കാരണം രാവിലെ 5:30 നമുക്ക് ഇവിടുന്ന് മൺട്രോതുരുത്തിൽ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചേട്ടൻ, വഞ്ചിയിൽ കൊണ്ടുവന്ന ചേട്ടൻ പുലർച്ചെ 5:30 നമ്മളോട് റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി നേരത്തെ ഫുഡ് കഴിച്ച് നേരത്തെ തന്നെ കിടന്നുറങ്ങി. രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഇതൊന്നും നമുക്ക് ഇന്നലെ രാത്രി വന്നപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ഇതിൻ്റെ മുൻവശം വരുന്നത്. ഈ ഒരു ഗേറ്റ് തുറന്ന് നമ്മൾ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരുടെ ഈ ഒരു ഹോം സ്റ്റേയുടെ ഭാഗമാണ്. ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ വരുന്നത്. ഇവിടെ മൊത്തം 3 റൂമുകളായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന ഈ ഒരു ഹോം സ്റ്റേയിൽ 2 റൂമും അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ഹോം സ്റ്റേയും കൂടി ഉണ്ട്. അപ്പോൾ വേറെ 1-2 ഫാമിലി കൂടി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം 3-4 കാർ പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യം തന്നെ ഇവരിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. നമുക്ക് വേറൊരു ശല്യം, നോയ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. തൊട്ടടുത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കതൊന്നും ഒരു പ്രശ്നമല്ല. നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ സ്റ്റേ ചെയ്യാനായിട്ട് സാധിക്കും. കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല ഫ്രണ്ട് ഏരിയ ഒക്കെ ഉള്ള അടിപൊളി ഒരു ഹോം സ്റ്റേ ആണ് കേട്ടോ ഇത്. നമ്മൾ ഇന്നലെ രാത്രിയാണ് ശരിക്കും വീഡിയോ ഷൂട്ട് ചെയ്തത്, റൂമിൻ്റെ ഉൾഭാഗമൊക്കെ. ഇപ്പോൾ നമ്മൾ ഡേ ലൈറ്റിൽ ഒന്നുകൂടി ഷൂട്ട് ചെയ്യുകയാണ്. കാരണം രാത്രി നമുക്കങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല എന്നാണ് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഒന്നുകൂടി വീണ്ടും ഒരു പ്രാവശ്യം കൂടി റൂമിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്നുകൂടി ഷൂട്ട് ചെയ്യുകയാണ്. നല്ല വൃത്തിയിൽ തന്നെയാണ് കേട്ടോ ഇവരിവിടെ എല്ലാ സ്ഥലങ്ങളും കീപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വൃത്തികേടായിട്ട് നമുക്കൊരു ഏരിയാസൊന്നും കാണാനായിട്ട് സാധിച്ചില്ല. അതുപോലെ തന്നെ TV ഉണ്ട്, കുട്ടികൾക്ക് നമുക്ക് കാർട്ടൂണൊക്കെ കാണാനായിട്ട് പറ്റും. അതുപോലെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു ഹോം സ്റ്റേ തന്നെയാണ് കേട്ടോ ഈ ഒരു മൺട്രോ ഗാർഡൻ ഹോം സ്റ്റേ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ ഹെൽപ്പ് ലൈൻ നമ്പറും ഇവരുടെ അടിപൊളിയായിട്ട് തന്നെ സ്റ്റിക്കറിൽ പ്രിൻ്റ് ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. വളരെ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് അത് തോന്നിയത്. അതുപോലെ തന്നെ ഇവർ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇവരുടെ ഡീറ്റെയിൽസൊക്കെ ഈ ഒരു കബോർഡിൽ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഹായ് ഗൈസ്,
രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള. സാമ്പാറുണ്ട്, അതുപോലെ തന്നെ ചട്നി ഉണ്ട്, പിന്നെ ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലി നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇതേപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ. നമുക്ക് ഇതാണ് കിട്ടിയിട്ടുള്ളത്. ചിലപ്പോൾ ഓരോ ദിവസം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. കഴിക്കൂലേ? ചട്നി കുറച്ച് അടിപൊളിയാണ്. ചായ ഉണ്ട്, അതുപോലെ തന്നെ സാമ്പാർ, ചട്നി, ഇഡ്ഡലി, പിന്നെ രൂപ വെള്ളമുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഹോം സ്റ്റേയുടെ കാര്യങ്ങൾ പറയാനുള്ളത്. മൊത്തം 4 റൂംസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 3 AC ഉള്ള റൂമും അതുപോലെ തന്നെ 1 നോൺ AC റൂമുമാണ്. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് AC ഉള്ള റൂം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ദിവസം സ്റ്റേ ചെയ്യാനായിട്ട് ഇവിടുത്തെ എക്സ്പെൻസ് വന്നത് 2000 രൂപയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ അതുപോലെ തന്നെ ഈ ഒരു ഹോം സ്റ്റേ ബുക്ക് ചെയ്യാനായിട്ടുള്ള നമ്പറും നമ്മുടെ വീഡിയോയിൽ തന്നെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇവരുടെ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇവരെ ബുക്ക് ചെയ്യാനായിട്ടുള്ള നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് അവർ കൂടുതൽ ഡീറ്റെയിൽസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ഹോം സ്റ്റേയുടെ ലൊക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഗൂഗിളിൽ ജസ്റ്റ് മൺട്രോ ഗാർഡൻ ഹോം സ്റ്റേ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. വണ്ടർതുരുത്തിയിൽ നമ്മൾ വഞ്ചിയിൽ യാത്ര ചെയ്തതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിനടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാവരും കാണാനായിട്ടൊന്ന് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയുടെ അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മച്ചന്മാർ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.